ഇപ്പം ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല. അവന്മാരും പുണ്യാളന്മാരല്ല, ഞാനും പുണ്യാളനല്ല. എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു, ഞാൻ അങ്ങോട്ട് കൊടുത്തു, തിരിച്ചിങ്ങോട്ട് തന്നു, തിരിച്ചിപ്പോൾ വാങ്ങും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്തത്, അറ്റാക്ക് ചെയ്തത്. ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങളിപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ ഈ 5 പേരല്ലാതെ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിൻ്റെ അടുത്തും ഒരു രീതിയിലുള്ള ഇഷ്യൂസ് തന്നെ പോയിട്ടില്ല. പക്ഷെ അവരാണെങ്കിലും തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത്ര പറഞ്ഞോട്ടാ, ചോദിച്ചോ. അല്ല, ആയിരത്തിപ്പടി കൊച്ചിയിലല്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം മോസ്റ്റ് വൈബ്രന്റ് എന്റർപ്രനർ അതെ ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു ഡോക്ടറുടെ അവാർഡ് വാങ്ങാനായിട്ട്. അല്ല, പുള്ളിക്കാരിയുടെ കാര്യമായിട്ട് ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോകാന്ന് വിചാരിച്ചു. അതിനി വെറുതെ എൻ്റെ അവാർഡിന് പുള്ളിക്കാരി വന്നില്ല എന്ന് പറഞ്ഞൊന്നും വെറുതെ ഈ ഒരു കാര്യം വേണ്ട. പുള്ളിക്കാരി ഇപ്പൊ വരുമ്പോൾ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി. താങ്ക് യു. ബിഗ് ബോസ് ഇറങ്ങിയ ടൈമിൽ ചേട്ടൻ സിനിമയിൽ നായകനായിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് അല്ല, അത് പലരുടെ ഇടപെടൽ കാണും, അതെല്ലാം തീർന്നു. അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഇനി സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്, അതെന്തായാലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? പല ഓഫേഴ്സ് വന്നാലും സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ്. മനസ്സിലായില്ലേ? അതെന്തായാലും അത് വരും. ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും. സിനിമ എടുത്തിരിക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് പ്രിപ്പറേഷൻസ് വേണം. അല്ല, അത് ഡേറ്റ് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടി വെച്ച്. കാരണം ഇത് നല്ലൊരു മാസമല്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും. അതുവരെയും ആരും ഇന്ന ഡേറ്റാണ് അതാണ് ഇതാണെന്നൊന്നും ആരും പ്രഡിക്റ്റ് ചെയ്യേണ്ട. ഇത് ഞങ്ങൾ എന്താ പറയുക, കല്യാണത്തിന്റെ കാര്യമാണ്. ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവീൽ ചെയ്തോളാം. ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും കല്യാണം. പിന്നെ റിസപ്ഷൻ വന്നിട്ട് കൊച്ചിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഡീഗ്രേഡിംഗ് നടന്ന സമയത്ത് ഈ ജോബ് ആയിട്ട് എന്തെങ്കിലും അല്ല, ജോബ് അല്ല, ഡീഗ്രേഡിങ് വരുമ്പോൾ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരാളിപ്പോൾ കുറേ പേര് കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഹറാസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീനാണ്. എനിക്കും മനസ്സുണ്ട്. ഞാൻ മെന്റലി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചിരുന്നത്. ഇപ്പോൾ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലേ? സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ അത്രയും മാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ, അല്ലേ? എന്തുകൊണ്ടാണ് അത് കിട്ടിയത്? അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രേഡ് തുടങ്ങിയത്. ഇപ്പം അവർ തന്നെ വന്നിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലേ? അങ്ങനെ ഇപ്പം ഞാൻ അവരെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത്, അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ്. മനസ്സിലായില്ലേ? നാളെ അവരത് മാറ്റി പറയുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ മാറ്റി പറയുന്ന കണക്ക് അല്ലല്ലോ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലേ? അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും ബുള്ളിങ്ങും നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത്. മനസ്സിലായില്ലേ? കാരണം ഇത് എനിക്ക് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ കാലം തെളിയിച്ചു. 1.5 വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ജോബിലും ബ്രേക്ക് എടുത്തായിരുന്നു. ഞാൻ എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്വിയസ്ലി എൻ്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിൽ പേഷ്യൻസിന്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മെന്റലി എന്ത് ചെയ്യണം? സ്ട്രോങ് ആയിരിക്കണം, അതിൽ അലേർട്ട് ആയിരിക്കണം. അപ്പം മെന്റലി നമുക്ക് അത്ര ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും? കുറയും. മനസ്സിലായില്ല? പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു? തരണം ചെയ്തു. ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല? എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെയും ഒരു മോട്ടിവേഷനോ ആരും പുഷ് ചെയ്ത് തന്നിട്ടില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഡയലോഗ് സിനിമയിൽ വന്നപ്പോൾ സിനിമ കണ്ടിട്ട് ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പം ഓക്കെ, ഇപ്പം സന്തോഷം തോന്നി. ഇനി സന്തോഷം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സന്തോഷമൊക്കെ തോന്നി. പിന്നെ ജിൻഡുവിനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതിന് പലരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ജിൻഡു ജയിച്ചതിൻ്റെ 100% അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡു മാത്രമാണ്. പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ അതിലേക്ക് എത്തി. പുള്ളിക്കാരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട. മനസ്സിലായില്ല? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്. പുള്ളിക്കാരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞ് ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കായിരുന്നു. പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത്
മാത്രമാണ് വന്നത്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്, മനസ്സിലായില്ലേ? പിന്നെ എന്നെ ഉപദേശിച്ചോ, പക്ഷെ ഉപദേശിക്കുന്ന ചിലർ അൺവാണ്ടഡ് ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാർ പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിൻ്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, മനസ്സിലായ? എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ പാടില്ല. കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിലെത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, മനസ്സിലായ? അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചതൊന്നുമല്ല, അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകാം, അത്രേ ഉള്ളൂ. എന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ നെഗറ്റീവ് ഈ പറഞ്ഞ വ്യക്തിയിലെ പുറകിൽ വേറെ ആരെങ്കിലും അറിയത്തില്ല ബ്രോ. അങ്ങനെയൊക്കെ അറിയെങ്കിൽ നമ്മൾ ദൈവമല്ലേ. ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ ഈ 5 പേരെ സൂക്ഷിക്കണമായിരുന്നു. ഈ 5 പേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ബിഗ് ബോസിന് ശേഷമാണ് എനിക്ക് അവരറിയുന്നത്. ഈ 5 പേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു 100-300 പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല, മനസ്സിലായില്ലേ? എല്ലാവരും 5 പേരുടെ കാര്യം ഞാനിപ്പോൾ ഈ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോടെ സംസാരിക്കും. നിങ്ങളുടെ അടുത്താണെങ്കിൽ സംസാരിക്കും. ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പം ഞാൻ എല്ലാവരുടെ നേരെ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരുടെ അടുത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക, ആരുടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക. പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വന്നാലും ഒരു 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതി എന്ന് മാത്രം മനസ്സിലായി, അത്ര തന്നെ. ചേട്ടാ ആദ്യം ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അല്ല പറഞ്ഞ, അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു, ഞാനത് പറഞ്ഞു. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോൾ അന്ന് എല്ലാവരും കൂടെ വിമർശിച്ചു, ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൺഫ്യൂസ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് വേൾഡ്. അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം, കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ മതി.